ഫ്രണ്ട്സ്, നമ്മുടെ RRB ടെക്നീഷ്യൻ്റെ വേക്കൻസിയുമായി ബന്ധപ്പെട്ട് നമ്മുടെ ചാനലിൽ ഓൾറെഡി 2 വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ വീഡിയോ ആണ് ഇപ്പം നിങ്ങൾ വീഡിയോയിൽ സ്ക്രീനിൽ കാണുന്നത്. ഓക്കെ, അപ്പോൾ ആ വീഡിയോയുടെ താഴെ ഒട്ടനവധി ഏകദേശം 185ഓളം കമൻറ്റുകൾ വന്നിട്ടുണ്ട്. ആ കമൻറ്റൊക്കെ നമുക്ക് അതിനുള്ളൊരു സൊല്യൂഷനാണ് നമ്മൾ ഈ വീഡിയോ. അപ്പോൾ ഈ കമൻറ്റിനുള്ള ആൻസറുകളാണ് നമ്മൾ പ്രധാനമായിട്ടും ഈ വീഡിയോയിൽ കൊടുക്കുന്നത്. പിന്നെ ജനറലായിട്ട് കുറേ കാര്യങ്ങൾ ഉദ്യോഗാർത്ഥികൾ മറ്റേ ഇൻസ്റ്റയിലൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ ഉള്ളൊരു ആൻസറാണ് നിങ്ങൾ ഈ വീഡിയോ ഒന്ന് പ്രതീക്ഷിക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ നമ്മുടെ ചാനലിൽ നിങ്ങൾ ചാനൽ കയറിയാൽ നിങ്ങൾക്ക് ഹോം പേജിലായിരിക്കും നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് നമ്മളെ ചാനൽ കയറുമ്പോൾ എത്തുക. അതിൽ നിങ്ങൾക്ക് ഇവിടെ ജസ്റ്റ് കാണാം, വീഡിയോസ് എന്ന് കാണാം. ഈ വീഡിയോസ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാലുള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈ ഡേറ്റ് അടിസ്ഥാനത്തിൽ ഇവിടെ വീഡിയോസ് ഇങ്ങനെ എന്ത് ചെയ്യും, ലിസ്റ്റ് ചെയ്ത് കാണാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ചെയ്ത വീഡിയോ ഇതാണ്, അതിനുശേഷം ഇതാണ്, അങ്ങനെ വരിക. ഓക്കെ, അപ്പോൾ നമ്മൾ ഏകദേശം 5 ദിവസം മുൻപ് ചെയ്ത വീഡിയോ ആണ് ടെക്നീഷ്യൻ്റെ വീഡിയോ. 9114 പോസ്റ്റാണ്. അപ്പോൾ ഇതിൽ 29 മിനിറ്റ് 30 മിനിറ്റിൻ്റെ അടുത്ത് ഡ്യൂറേഷൻ വരുന്ന വീഡിയോ ആണ്. അപ്പോൾ ഇതിൽ നമ്മൾ ഓൺലൈൻ ഫോം, സിലബസ്, കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, OBC NCL കുറിച്ചിട്ടും ഫീ റിലാക്സേഷനെ കുറിച്ചിട്ടും മെഡിക്കൽ ഫിറ്റ്നസിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടും കാണുക. കാരണം ഞാൻ എപ്പോഴും നിങ്ങളോട് പറയുന്നത്, ഏതൊരു എക്സാമിന് നിങ്ങൾ അപ്ലൈ ചെയ്യുകയാണെങ്കിലും നിങ്ങൾ അത് ആദ്യത്തെ ആ ഒരു ഘട്ടം എന്ന് പറയുന്നത്, അതിൻ്റെ പ്രൈമറി ആയിട്ടുള്ള ആദ്യ ഘട്ടം എന്ന് പറയുന്നത് നമ്മൾ അത് കറക്റ്റായിട്ട് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. കാരണം നമ്മൾ എത്ര ഭംഗിയായിട്ട് പഠിച്ച് നമ്മൾ എക്സാം എഴുതി ക്വാളിഫൈ ചെയ്യാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ കൊടുത്ത എന്തെങ്കിലും കാര്യങ്ങൾ നമുക്കത് ക്ലെയിം ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ നമ്മുടെ കാൻഡിഡേറ്റ്സ് റിജക്റ്റ് ആവുന്നുള്ളതാണ്. നമ്മൾ പ്രത്യേകിച്ച് എസ്പെഷ്യലി നമുക്ക് പറയാൻ പറ്റും എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ RRBയുടെ നോട്ടിഫിക്കേഷൻ പ്രധാനമായിട്ടും മെൻഷൻ ചെയ്തിട്ടുണ്ട് നമുക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും, ചിലപ്പോൾ ഡീബാർ വരെ ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. അപേക്ഷ കൊടുക്കുമ്പോൾ നമ്മൾ തെറ്റായുള്ള കാര്യങ്ങളൊന്നും അവകാശപ്പെടാൻ പാടില്ല. കറക്റ്റായിട്ടുള്ള ക്വാളിഫിക്കേഷൻ, കറക്റ്റായിട്ടുള്ള ഡീറ്റെയിൽസ് മാത്രം നമ്മൾ വിവരങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതിന് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഈ വീഡിയോ നിങ്ങൾ 30 മിനിറ്റ് ഒന്ന് നിങ്ങൾ സ്പെൻഡ് ചെയ്യാം. 30 മിനിറ്റ് സ്പെൻഡ് ചെയ്യണമെന്നുള്ള ബാക്ക് സ്പീഡ് സ്കൂട്ടിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതേ കാണാൻ പറ്റും. ഇനി അതോടൊപ്പം തന്നെ അത് കണ്ടതിന് ശേഷം നിങ്ങൾക്ക് എന്താണ്, നിങ്ങൾ ഇൻ്റർനെറ്റ് കഫേയിലോ അക്ഷയ എവിടെ വേണമെങ്കിലും പോയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇത് അപ്ലൈ ചെയ്യാം. ഇപ്പോൾ നമ്മളും ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഇൻസ്റ്റയിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ അവർ വളരെ വിഎക്സ്പീരിയൻസ്ഡ് ആയുള്ള ആളുകളല്ല, അവർ അപ്ലൈ ചെയ്തോളൂ എന്ന് വിചാരിക്കരുത്. കാരണം എല്ലാവരും മനുഷ്യന്മാരാണ്, തെറ്റുകൾ വരാം. ചിലപ്പോൾ പുതുതായിട്ട് വന്ന സ്റ്റാഫുകളാകാം. അതൊക്കെ നമ്മൾ വിചാരിക്കും അവരിതിൽ പെർഫെക്റ്റ് ആണെന്ന് വിചാരിക്കരുത്. അപ്പോൾ അതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നാൽ അത് ചൂണ്ടിക്കാണിക്കാനൊക്കെ നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള ഒരു അറിവുണ്ടായിരിക്കണം. അപ്പോൾ ആ അറിവൊക്കെ ഉണ്ടാകുന്നത് ഇങ്ങനെയുള്ള വീഡിയോസ് നിങ്ങൾ കാണുക എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, അതിനെക്കുറിച്ചൊരു ധാരണ ലഭിക്കുകയും അവരെന്തെങ്കിലും മിസ്റ്റേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് അതെന്താണ് കറക്റ്റ് ചെയ്യാനും പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ ഓൺലൈനായിട്ട് എങ്ങനെ അപ്ലൈ ചെയ്യേണ്ടത്, മൊബൈൽ വഴി എങ്ങനെ അപ്ലൈ ചെയ്യുന്നുള്ള വീഡിയോ ആണ് രണ്ടാമത്തെ വീഡിയോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ രണ്ടാമത്തെ വീഡിയോയിൽ മൊബൈൽ വഴി അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ച് ടെക്നിക്കൽ എറർ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ എങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാനുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. സ്ക്രീനിൽ ഈ കാണിക്കുന്ന ഈ 2 വീഡിയോയുടെ ലിങ്ക് നമ്മുടെ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ തരാം. ഇപ്പോൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് വീഡിയോയിലേക്ക് പോകാം. അതോടൊപ്പം നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാം. അപ്പോൾ ഞാനിതാ നമ്മുടെ നോട്ടിഫിക്കേഷൻ വീഡിയോ, ഈ വീഡിയോ ഫസ്റ്റ് ഇട്ട നോട്ടിഫിക്കേഷൻ വീഡിയോ ആണ് ഞാനിപ്പോൾ അവിടെ ഓൺ ചെയ്തിരിക്കുന്നത്, ഇവിടെ ജസ്റ്റ് പ്ലേ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ താഴെ വന്നിരിക്കുന്ന ഏകദേശം 185ഓളം കമൻറ്റുകൾക്കാണ് ഞാൻ ആൻസർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ നമുക്ക് ഇത് മാത്രമല്ല കേട്ടോ ഞാൻ പറയുന്നത്, ഇൻസ്റ്റയിൽ വന്ന കുറച്ച് ജനറലായുള്ള ഡൗട്ടുകളെല്ലാം നമ്മളിതിൽ കവർ ചെയ്യും. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം, ഒന്നാമത്തേത് BTech ഇൻസ്ട്രുമെൻറ്റേഷൻ ഫൈനൽ ഇയർ സ്റ്റുഡൻസിന് അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. തീർച്ചയായിട്ടും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. കാരണം നോട്ടിഫിക്കേഷനിൽ പ്രത്യേകമായിട്ട് മെൻഷൻ ചെയ്യുന്നുണ്ട്, ഫൈനൽ ഇയറിൽ പഠിക്കുന്നവർക്കൊന്നും അപ്ലൈ ചെയ്യാൻ പറ്റില്ല. നിങ്ങളുടെ റിസൾട്ട് ഇപ്പോൾ നിലവിൽ ഓപ്പൺ ആയിട്ടുണ്ടെങ്കിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ലാസ്റ്റ് ഡേറ്റ് ആണ് നമ്മുടെ ഓൺലൈൻ അപേക്ഷയുടെ ലാസ്റ്റ് ഡേറ്റ് ആണ്, അതിൻ്റെ കട്ട് ഓഫ് ഡേറ്റ്, ക്രൂഷ്യൽ ഡേറ്റ് ആയിട്ട് വരുന്നത്. ആ ഡേറ്റിൻ്റെ ഉള്ളിൽ നമ്മുടെ റിസൾട്ട് വന്നിരിക്കണം. അപ്പോൾ നമ്മുടെ അവസാന വർഷം പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾ നെക്സ്റ്റ് ഇയറിലേക്ക് എന്ത് ചെയ്യുക, പ്രിപ്പയർ ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. അടുത്ത വർഷം ഇതുപോലെ വിളിക്കും എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്. അടുത്തവിടെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് ITI ഇലക്ട്രോണിക്സ് കഴിഞ്ഞ പേഴ്സൺ ആണെങ്കിൽ അതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഇലക്ട്രോണിക്സ് ആയിട്ട് ഇതിലേക്ക് പറയുന്നില്ല, ITI ഇതിലും ഇലക്ട്രോണിക്സ് മെക്കാനിക് ഒക്കെയാണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് വ്യക്തമാണ്. ഓക്കെ, പിന്നെ ഇവിടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത് അനൂപാണ്. ഇവിടെ നിങ്ങൾക്ക് ഇവിടെ കാണാം, അതായത് ITI കോഴ്സിന് ഇക്വലൻ്റ് ആയിട്ട് VHSC കോഴ്സ് അംഗീകരിച്ചത് കൊണ്ട് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഓട്ടോമൊബൈൽ ടെക്നോളജി കഴിഞ്ഞവർക്ക് ടെക്നിക്കൽ ഗ്രേഡ് 3 ഡീസൽ മെക്കാനിക് കോഴ്സിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് നോട്ടിഫിക്കേഷൻ പ്രകാരം നമ്മൾ നോട്ടിഫിക്കേഷൻ വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ നോട്ടിഫിക്കേഷൻ പ്രകാരം നമുക്ക് എന്താണ്, ഇതിലേക്ക് ഒന്നെങ്കിൽ നിങ്ങൾക്ക് ITI കഴിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നാഷണൽ അപ്രന്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റ് നിങ്ങളടുത്ത് ഉണ്ടായിരിക്കണം. ഓക്കെ, അങ്ങനെയുള്ളവർക്കാണ് ഈ ഗ്രേഡ് 3ലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷൻ. പിന്നെ +2ൻ്റെ ഒരു സ്കീമുണ്ട്. അപ്പോൾ അത് +2 നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ഞാൻ കാണിക്കാം. അപ്പോൾ +2 സയൻസ് എടുത്തവർക്കും എന്താണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അത് ടെക്നീഷ്യൻ ഗ്രേഡ് 3 S&Tയിലേക്കാണ്.
+2 അതിൽ നമ്മൾ ഫിസിക്സും മാത്സും നമ്മൾ സബ്ജക്റ്റ് ആയിട്ട് പഠിച്ചിരിക്കണം കേട്ടോ. അതല്ല നമുക്ക് VHSന്റെ കാര്യങ്ങൾ എവിടെയും പറയുന്നില്ല, അതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്നും വെച്ച് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നോ അങ്ങനെ എവിടെയും നമുക്ക് നോട്ടിഫിക്കേഷനിൽ പറയുന്നില്ല. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അന്വേഷിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇതിനടുത്ത് ടെക്നീഷ്യൻ ഗ്രേഡ് 3യുടെ നല്ല ബുക്കുകൾ ഉണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ എന്താണ് നമ്മുടെ എല്ലാ സോഷ്യൽ മീഡിയയുടെയും ലിങ്കുകളൊക്കെ അതുണ്ട്, ആ ഗ്രൂപ്പുകളുടെയൊക്കെ ലിങ്ക് ഇവിടെ ഉണ്ട്. അതിൽ നിങ്ങൾ ജോയിൻ ചെയ്തിടാം. എന്തെങ്കിലും ബുക്കുകൾ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിയിട്ട് ഒഴിവിന് നമ്മൾ എന്ത് സമയത്തിനനുസരിച്ച് നമ്മൾ ഇടാവുന്നതാണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ അജിത് കൃഷ്ണയാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ബ്രോ, റെയിൽ ടെക്നീഷ്യൻ കൊടുക്കുമ്പോൾ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ഏത് സർട്ടിഫിക്കറ്റ് ആണ് കൊടുക്കേണ്ടത്? റെയിൽവേ അനക്ഷറിലുള്ള ആ ഒരു ഫോം ഫിൽ ചെയ്താണോ അതോ വില്ലേജ് ഓഫീസ് വഴി മൾട്ടിപർപ്പസ് യൂസ് ചെയ്യുന്ന കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ആണോ എന്നുള്ളതാണ്. അപ്പോൾ ഇതിനുള്ള ആൻസർ എന്ന് വെച്ചാൽ ഇപ്പോൾ ഞാൻ ഇതിൽ കാണിക്കും. ഇതാണ് നമ്മുടെ RRBയുടെ ഓൺലൈനായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സൈറ്റ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഡൗൺലോഡ് ഫോർമാറ്റ് എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഏതാണ് നിങ്ങളിപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് കാസ്റ്റ് സർട്ടിഫിക്കറ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ OBC ആയിരിക്കാം, അല്ലെങ്കിൽ SC/ST ആയിരിക്കാം. ഇനി ഏത് കാൻഡിഡേറ്റ്സ് ആണെങ്കിലും ഇതാ SC/ST ആണെങ്കിൽ ഇതാ ഇതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇതിൽ ക്ലിക്ക് ചെയ്താൽ ഈ സെയിം ഫോർമാറ്റുള്ള സർട്ടിഫിക്കറ്റ് ആയിരിക്കണം. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ നമ്മുടെ ചാനൽ ചെയ്തിരുന്നു, ജസ്റ്റ് ഞാൻ കാണിക്കാം കേട്ടോ. നിങ്ങൾക്ക് നമ്മളെ RRB ലോക്കോ പൈലറ്റും അസിസ്റ്റൻറ്റ് ലോക്കോ പൈലറ്റായിട്ട് ബന്ധപ്പെട്ട് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു, ജസ്റ്റ് ഞാൻ കാണിക്കാം. ഒരു മാസം മുൻപ് ചെയ്ത വീഡിയോ ആണ്. കേന്ദ്ര സർക്കാർ ജോലിക്ക് അപേക്ഷിക്കുമ്പോൾ ഓൺലൈനായിട്ട് നമ്മൾ ഈ പറയുന്ന കാറ്റഗറി സർട്ടിഫിക്കറ്റ് മതിയോ എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊരു വ്യക്തത നിങ്ങൾക്ക് ഇതായി വീഡിയോ കാണുമ്പോൾ കിട്ടും. ഓക്കെ, അത് ഞാൻ അതിൻ്റെ പ്രൂഫ് അടക്കം ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുക കേട്ടോ. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ചോദിച്ച ആളുകൾ ഇതുമായി ബന്ധപ്പെട്ടുള്ളവരും ഈ വീഡിയോ കാണുക. നമ്മുടെ ചാനലിൽ കയറിയിട്ട് ഒരു മാസം മുൻപുള്ള വീഡിയോ ആണ്. നിങ്ങൾക്ക് ഇവിടെ കമ്പനിയിൽ നോക്കി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പെട്ടെന്ന് കണ്ടെത്താൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് SC/STൻ്റെ ഫോർമാറ്റ്. ഈ ഫോർമാറ്റ് നമ്മൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് നേരെ പ്രിൻ്റ് എടുക്കുക എന്ത് വേണമെങ്കിലും ചെയ്യാം. ഏതല്ല ഇതേ സെയിം ഫോർമാറ്റ് എന്താണ് വില്ലേജ് ഓഫീസിൽ പോയിട്ട് പറയുന്നത് സെയിം ഫോർമാറ്റിൽ വേണമെന്ന് വില്ലേജ് ഓഫീസിൽ അവരടുത്ത് അതേമാതിരി മാതൃക ഉണ്ടെങ്കിൽ അവർ അതിൽ ഫില്ല് ചെയ്ത് തരികയാണ് ചെയ്യുക. അത് ഫില്ല് നമുക്ക് തരില്ല, നേരെ താലൂക്കിലേക്ക് ഇഷ്യൂ ചെയ്യും. അവിടെ നമുക്ക് തഹസിൽദാറാണ് ഇഷ്യൂ ചെയ്ത് തരാം. ഇനി ഇപ്പോൾ OBCൻ്റെ കേസ് ആണെങ്കിൽ ഇവിടെ OBC നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. OBC സർട്ടിഫിക്കറ്റ് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്താൽ ഈ സെയിം മാതൃകയാണ് OBC കാൻഡിഡേറ്റ്സ് തയ്യാറാക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ സെയിം മാതൃക തന്നെ ആയിരിക്കണം എന്നുള്ള നിർബന്ധമാണ്. അത് ഓൺലൈൻ ആയിട്ടുള്ള മാതൃകയുമായിട്ട് ഒരുപാട് വ്യത്യാസം വരുന്നുണ്ട്. അതിനെക്കുറിച്ചിട്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിരുന്നത്. നമ്മൾ അതിൽ കറക്റ്റായിട്ട് കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് സൊല്യൂഷൻ കിട്ടും. അപ്പോൾ ഏറ്റവും ഞാനിപ്പോഴും പറയുന്നത് ഓഫ്ലൈൻ ആയിട്ട് നമ്മൾ ഇവർ പറഞ്ഞിരിക്കുന്ന സെയിം മാതൃക തന്നെ നമ്മൾ എടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, കാരണം അത് കിട്ടുമെന്ന് മാക്സിമം നോക്കുക. അപ്പോൾ അതാണ് ഏറ്റവും 100% നമുക്ക് വേണ്ട സാധനം എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഇനി ഏത് സർട്ടിഫിക്കറ്റ് ആണെങ്കിലും എല്ലാത്തിൻ്റെയും എന്താണ് ഇതിൽ നമുക്ക് ഫോർമാറ്റുകൾ കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. അതിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യാം, അത് ചെയ്യാവുന്നതാണ്. അപ്പോൾ ആ ഡൗട്ട് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇതിനടുത്ത് നമ്മൾ ചോദിക്കുന്നത് ALP അപ്ലൈ ചെയ്തവർക്ക് ഇതിൽ അപ്ലൈ ചെയ്യാൻ പറ്റും? ഡെഫിനറ്റ്ലി, തീർച്ചയായിട്ടും എന്ത് ചെയ്യാം, ഇതിലേക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. ALPക്ക് വേറെ എക്സാം ആണ്, ALPക്ക് വേറെ എക്സാം ആണ്, ഈ പറയുന്ന ടെക്നീഷ്യന് വേറെ എക്സാം ആണ്. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന ടെക്നീഷ്യനിലേക്ക് അപ്ലൈ ചെയ്യാൻ വെറുതെ നമ്മളെ അപ്ലൈ ചെയ്യാതിരിക്കരുത് കേട്ടോ. ഓക്കെ, അതുമായി സിലബസ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പഠിച്ചു തുടങ്ങിയാൽ ഏകദേശം കുറേ കാര്യങ്ങൾ അതിലൊക്കെ കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, ഇനി ഇപ്പോൾ ALPക്ക് നമ്മൾ അപ്ലൈ ചെയ്ത പാസ്വേഡും നമ്മുടെ എന്താണ് മെയിൽ ID വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി, ലോഗിൻ ചെയ്തിട്ട് ബാക്കി അങ്ങോട്ട് ചെയ്താൽ മതി. ഇപ്പം വീണ്ടും വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ അങ്ങനെയുള്ള ഉദ്യോഗാർത്ഥികളെ. പിന്നെ അടുത്ത് ചോദിക്കുന്നത് വെൽഡർ തന്നെ കുറേ എണ്ണത്തിലില്ലേ, ഇത് എല്ലാത്തിനും അയക്കാൻ കഴിയുമോ എന്നുള്ളതാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കുറേ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ഉണ്ട്. അതായത് ഇപ്പം എന്താണ് കുറേ ഈ പറയുന്ന ഒന്നിലധികം പോസ്റ്റിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. അതാണ് ഇനി ഞാൻ വീഡിയോയിലൂടെ സ്ക്രീൻ റെക്കോർഡിങ്ങിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ എന്താണ് ഇപ്പോൾ ഓൾറെഡി നമ്മൾ RRB ALPയിലേക്ക് നമ്മൾ ചെയ്ത സമയത്ത് ടെക്നീഷ്യൻ നമ്മൾ അപ്ലൈ ചെയ്ത് കാണിച്ചപ്പോൾ ഞാനിതിൽ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം അവിടെ അപ്ലൈ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, നമ്മുടെ ചാനലിൽ കയറിയിട്ട് ഓൺലൈൻ അപ്ലൈ ചെയ്യുന്ന വീഡിയോസൊക്കെ കാണണം കേട്ടോ. അത് വീണ്ടും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയില്ല. ഇതിൽ 4 ദിവസം മുൻപ് ചെയ്ത വീഡിയോയിലെല്ലാം പറയുന്നുണ്ട്. ഇതിലിപ്പോൾ നമ്മൾ അതിൻ്റെ കറക്റ്റ് കാര്യങ്ങളെ കാണിക്കുള്ളൂ. അപ്പോൾ അപ്ലൈ എന്നുള്ളതിൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ എനിക്കൂടെ ഓൾറെഡി ഹാവ് എൻ അക്കൗണ്ട് എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. അതിലിപ്പോൾ ഞാൻ എൻ്റെ മെയിൽ ID യും എൻ്റെ എന്താണ് പാസ്വേഡും കൊടുത്ത് ലോഗിൻ ചെയ്തിട്ട് ഞാൻ കാണിക്കാം എത്ര എണ്ണത്തിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ മെയിൽ ID യും പാസ്വേഡൊക്കെ കൊടുത്ത് ഇവിടെ ലോഗിൻ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ നിങ്ങൾക്ക് കാണാം ഓൺലൈൻ ആപ്ലിക്കേഷൻ കാണാം, അതിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇപ്പോൾ ആക്റ്റീവ് ആയിരിക്കുന്ന 2 ആപ്ലിക്കേഷനാണ്, 2 ഓൺലൈൻ വാക്കൻസിയുടെ കാര്യങ്ങളാണ് ഇവിടെ കാണിക്കുന്നത്. ഒന്ന് നിങ്ങൾക്ക് ഇവിടെ കാണാം സെൻട്രലൈസ്ഡ് എംപ്ലോയ്മെൻറ്റ് നോട്ടീസ് 2/2004 ടെക്നീഷ്യൻ ഗ്രേഡ് 1 ആണ്. അപ്പോൾ ഈ ഗ്രേഡ് 1ൻ്റെ നോട്ടിഫിക്കേഷൻ ആദ്യമായിട്ടാണ് വരുന്നത്. ഇത് ശരിക്കും എന്താണ് പ്രൊമോഷൻ, അല്ലെങ്കിൽ നമുക്ക് ഈ പറയുന്ന ബൈ ട്രാൻസ്ഫർ ഒക്കെ വഴി ഉണ്ടാകുന്ന പോസ്റ്റുകളാണ്. ഇത് പ്രൊമോഷനായിട്ട് പോകുന്ന പോസ്റ്റുകളാണ് ഈ പറയുന്ന ഗ്രേഡ് 1. നമുക്ക് ബേസിക് ഏകദേശം 50-ന് മുകളിൽ സാലറി കിട്ടുന്ന പോസ്റ്റാണ്. അപ്പോൾ ഇത് ആദ്യമായിട്ടാണ് വരുന്നത് എന്നുള്ളതാണ് കണക്കാക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്കിപ്പം നിങ്ങൾക്ക് ഇതിലേക്ക് എലിജിബിൾ ആണെങ്കിൽ ഗ്രേഡ് 1ലേക്ക് നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, സെപ്പറേറ്റ് ആയിട്ട് ഗ്രേഡ് 1ൽ നമുക്ക് ഇത്രയും RRB ആണ്, തിരുവനന്തപുരം ഉണ്ട്, ചെന്നൈ ഉണ്ട്, നിങ്ങൾക്ക്
ഇതിലേതാ വേണ്ടി വെച്ചാൽ കൊടുക്കാം, എവിടെ വേണമെങ്കിലും നമുക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ചെന്നൈ ആണ് കൊടുക്കുന്നത് വിചാരിക്കുക, അവിടെ ചെന്നൈ ആണ് ഞാൻ കൊടുക്കുന്നത്. ചെന്നൈ കൊടുക്കാം. എന്താണ് നമ്മൾ RRB അല്ലെങ്കിൽ RRC നമ്മൾ ഡിബാർ ചെയ്തില്ല എന്നുള്ള ഡിക്ലറേഷൻ കൊടുക്കുക. എന്നിട്ട് നെക്സ്റ്റ് എന്ന് അടിച്ച് നമുക്ക് പോവാം. അങ്ങനെ നമ്മൾ ഇതിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾക്ക് എന്ത് ചെയ്യണം, ഈ പറയുന്ന ഗ്രേഡ് 3ലേക്കും അപ്ലൈ ചെയ്യാൻ നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഗ്രേഡ് 3യിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സെപ്പറേറ്റ് ആയിട്ട് അപ്ലൈ ചെയ്യണം. അതിൽ നിങ്ങൾക്ക് ഏത് RRB ഇപ്പോൾ ചെന്നൈ തന്നെ കൊടുത്തോളുന്നില്ല, നിങ്ങൾക്ക് തിരുവനന്തപുരം എവിടെ ആണെങ്കിലും കൊടുക്കാം. എന്നിട്ട് നെക്സ്റ്റ് അടിച്ച് പോവാം. അപ്പോൾ രണ്ടിലും നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ രണ്ടിലും സെപ്പറേറ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാം. ഓക്കെ, ഈ രണ്ടിനും ഗ്രേഡ് 1ൽ വേറൊരു എക്സാം ആണ്, ഗ്രേഡ് 3ക്ക് വേറൊരു എക്സാം, സെപ്പറേറ്റ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഉണ്ടായിരിക്കുക. അതുകൊണ്ട് ഈ രണ്ടിനും നിങ്ങൾ അപ്ലൈ ചെയ്യുന്നവരാണെങ്കിൽ രണ്ടും സെപ്പറേറ്റ് ആയിട്ട് അപ്ലൈ ചെയ്യണം. ഇനി മറ്റൊരു സംശയം എന്ന് വെച്ചാൽ ഇപ്പോൾ ഗ്രേഡ് 3ൽ തന്നെ നമുക്ക് ഒന്നിലധികം എന്താണ് ഇപ്പോൾ ഫിറ്റർ തന്നെ ആണെങ്കിലൊക്കെ കുറേ വിളിച്ചിട്ടുണ്ട് അല്ലേ, കുറേ എന്താണ് ഈ പറയുന്നത് ഇവിടെ നിങ്ങൾക്ക് ജസ്റ്റ് കാണാം, കാണിക്കാൻ ജസ്റ്റ്. ഓക്കെ, അടുത്തവിടെ നിങ്ങൾക്ക് ഇവിടെ കാണാം ടെക്നീഷ്യൻ ഗ്രേഡ് 3, നിങ്ങൾക്ക് ബ്രിഡ്ജ് കാണാം, ഇവിടെ നിങ്ങൾക്ക് കാണാം ഫിറ്റർ വന്നിട്ടുണ്ട്. പിന്നെ അത് അടിയിൽ നിങ്ങൾക്ക് ഇവിടെ CNWയിൽ ഫിറ്റർ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് ഭാഗങ്ങൾ ഇപ്പോൾ നിങ്ങൾക്ക് മെക്കാനിക്കൽ ഇവിടെ ഫിറ്റർ വന്നിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ഫിറ്ററോ അതുപോലെ പലതും റിപ്പീറ്റേഷൻ ആയിട്ട് നമുക്ക് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ജസ്റ്റ് കാണിക്കാം. ഓക്കെ, ഇതിൽ അപ്ലൈ ചെയ്തിട്ട് തന്നെ കാണിക്കാം. ഓക്കെ, ഞാനിപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് ഞാനിപ്പോൾ ഫിറ്ററാണ് സെലക്ട് ചെയ്യുന്നത്. ഞാനിപ്പോൾ ഇവിടെ ഞാൻ ഇപ്പം ഈ ഗ്രേഡ് 3ലേക്ക് ഞാനിപ്പോൾ ചെന്നൈ ആണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ചെന്നൈ ആണ് എടുക്കുന്നത്. ഞാൻ ചെന്നൈ എടുത്തിട്ട് ജസ്റ്റ് നെക്സ്റ്റ് കൊടുക്കുന്നു. ഓക്കെ, അങ്ങനെ ഫൈനലി ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് പ്രിഫറൻസ് ആൻഡ് പ്രിവ്യൂ ആണ്. അപ്പോൾ ഞാനിവിടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനിൽ ഞാനിപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് കാണിക്കുന്നതിന് വേണ്ടി മാത്രം ക്രിയേറ്റ് ചെയ്ത ഡെമോ അക്കൗണ്ടാണ്. അപ്പോൾ ഇതിൽ ഞാൻ 10ാം ക്ലാസ് ഇപ്പോൾ IT വെച്ചിട്ടാണ്, IT ഞാൻ ഫിറ്ററാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സെലക്ട് ചെയ്യാൻ പറ്റും. ഇവിടെ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇവിടെ അതിനുള്ള ഓപ്ഷൻ IT ആണെങ്കിൽ ഇപ്പോൾ നമുക്ക് വന്നിരിക്കുന്ന ട്രേഡുകൾ 3 ട്രേഡുകളാണ്. ഈ ട്രേഡുകൾ വെച്ച് ഇതിൽ ഏതെങ്കിലും ട്രേഡുകളിൽ പഠിച്ചവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. കാരണം നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇതിൽ ഏതെങ്കിലും നമുക്ക് ഓപ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുള്ളൂ. ഓക്കെ, കാർപ്പൻറ്റർ, ക്രെയിൻ ഓപ്പറേറ്റർ, ഇലക്ട്രീഷ്യൻ, ഇലക്ട്രോണിക് മെക്കാനിക്, ഫിറ്റർ സ്ട്രക്ചറൽ ഉണ്ട്, ദെൻ ഫോർജർ ഹീറ്റ് ട്രീറ്റർ ഉണ്ട്, ദെൻ ഫൗണ്ടറി മാൻ ഉണ്ട്, ഗ്യാസ് കട്ടർ ഉണ്ട്, ദെൻ ഇൻസ്ട്രുമെൻറ്റ് മെക്കാനിക് ഉണ്ട്, മെക്കാനിക്ക്, പിന്നെ മെഷീനിസ്റ്റ്, ഗ്രൈൻഡർ ഉണ്ട്, ദെൻ മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് എക്യുപ്മെൻറ്റ് കം ഓപ്പറേറ്റർ ഉണ്ട്, മെക്കാനിക് ഡീസൽ ഉണ്ട്, മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ ഉണ്ട്, മെക്കാനിക് റിപ്പയർ ആൻഡ് മെയിൻ്റനൻസ് ഓഫ് ഹെവി വെഹിക്കിൾ ഉണ്ട്, ദെൻ മെക്കാനിക് ഓട്ടോ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ഉണ്ട്, മെക്കാനിക് ഓട്ടോമൊബൈൽ ഉണ്ട്. അങ്ങനെ തുടങ്ങിയിട്ടുള്ള നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. വെൽഡർ, പെയിൻറ്റർ, പൈപ്പ് ഫിറ്റർ, പ്ലംബർ, ഓക്കെ, ഇങ്ങനെ തുടങ്ങിയിട്ട് വയർമാൻ തുടങ്ങിയിട്ടുള്ള വിവിധ ട്രേഡുകളുണ്ട്. ഇതിലേതെങ്കിലും വെച്ച് നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇപ്പോൾ IT വേണമെങ്കിൽ വെച്ച് അപ്ലൈ ചെയ്യാം. ഇനി 10ാം ക്ലാസ് നിങ്ങൾക്ക് എന്താണ് നാഷണൽ അപ്രന്റീഷിപ്പ് സർട്ടിഫിക്കറ്റ് അത് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതായത് ട്രേഡുകൾ അപ്രന്റീഷിപ്പ് കഴിഞ്ഞവരാണെങ്കിൽ അങ്ങനെയും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി +2 വെച്ചാൽ നിശ്ചിതമായിട്ടുള്ളൊരു ഒരു കാറ്റഗറിയിൽ +2 വെച്ച് അപ്ലൈ ചെയ്യാനുള്ളത് അത് ഫിസിക്സും എന്താണ് മാത്സും നമ്മൾ പഠിച്ചിരിക്കണം. ഓക്കെ, അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഞാനിവിടെ ഫിറ്ററാണ് ഇപ്പോൾ ഞാൻ അവിടെ എടുത്തിരിക്കുന്നത്. ഇനി ഇവിടെ പ്രിഫറൻസ് എന്നുള്ള സ്ഥലങ്ങളിൽ ഇപ്പോൾ ഞാനിവിടെ സെലക്ട് ചെയ്ത RRB കൂടെ കാണാൻ പറ്റും. ചെന്നൈയാണ് ഇവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇവിടെ ചെന്നൈയാണ് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇവിടെ വന്നിരിക്കുന്നത് എലിജിബിൾ പോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, ഇവിടെ ഇപ്പം ഫിറ്റർ വെച്ചിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇവിടെ കാറ്റഗറി നമ്പർ ഇതിൽ നിങ്ങൾക്ക് ബ്രാക്കറ്റിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട് 16 ഈ കാറ്റഗറി നമ്പർ ഇവിടെ കാണുന്നുണ്ടാവും നിങ്ങൾക്ക് 16. അപ്പോൾ ഞാൻ നോട്ടിഫിക്കേഷനിൽ 16 കാണിക്കാം. നോട്ടിഫിക്കേഷൻ ഇതാണ് കാറ്റഗറി നമ്പർ കേട്ടോ. ഇതിൽ ജസ്റ്റ് 16 ഞാൻ കാണിക്കാം. ഇതവിടെ ടെക്നീഷ്യൻ ഗ്രേഡ് ട്രാക്ക് മെഷീനാണ്. ഇവിടെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഫിറ്റർ ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, ജസ്റ്റ് അതിന് പാൻ എടുക്കുക. ഫിറ്റർ ഇതാണ് ഫിറ്റർ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അതിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ അതേ സംഭവം എന്താണ്, ചെന്നൈ RRB നമുക്കിവിടെ നോക്കിയാൽ മതി. RRB വൈസ് വേക്കൻസി ഇവിടെ താഴെയുണ്ട്, നിങ്ങൾക്ക് അതിൽ കാണാൻ പറ്റും. ഓക്കെ, ഇതാ ചെന്നൈയിൽ. ഓക്കെ, ചെന്നൈയിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇതാ ട്രാക്ക് മെഷീൻ ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതിൽ വന്നുകൊണ്ടാണ് നമുക്കിവിടെ കാണിക്കുന്നത് നമ്മൾ ഒപ്റ്റ് ചെയ്ത RRBയിൽ വന്നിരിക്കുന്ന വേക്കൻസിയാണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഒന്നിലധികം ട്രേഡുകളിൽ അപ്ലൈ ചെയ്യാമെന്നല്ലാതെ നമുക്ക് വേറെ RRB എടുത്ത് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന ചെന്നൈ RRB ഉണ്ടല്ലോ, ആ RRBയിൽ വന്നിരിക്കുന്ന വേക്കൻസി ഒക്കെ ഇവിടെ കാണിക്കും. നമ്മുടെ ക്വാളിഫിക്കേഷൻ വെച്ചിട്ട് വേക്കൻസി എല്ലാം ഇവിടെ കാണിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ പ്രിഫറൻസ് കൊടുക്കുന്നതിനൊക്കെ അനുസരിച്ചായിരിക്കും നമുക്ക് കിട്ടാനുള്ള സാധ്യതയും മനസ്സിലാക്കുക. അപ്പോൾ കൂടുതൽ വേക്കൻസി ഉള്ളത് ആദ്യം കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഇപ്പോൾ ഏതാണ് വേണ്ടത് വെച്ചാൽ നമ്മളിവിടെ ഓപ്റ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ എനിക്കിത് അവിടെ ഒരു പ്ലസ് ബട്ടൺ കാണാം. ആ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ ഓർഡർ പ്രിഫറൻസ് ഫോർ എലിജിബിൾ പോസ്റ്റ് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ഒന്നാമതായിട്ട് എനിക്ക് ഇതാ വേണ്ടത് വെച്ചാൽ അത് വന്നു. ഇനി രണ്ടാമതായിട്ട് എനിക്കിപ്പോൾ ഇതാ കാറ്റഗറി 3 ആണ് വേണ്ടത്. ഓക്കെ, SR ടെക്നീഷ്യൻ ഗ്രേഡ് 3 ഇതാണ് വേണ്ടത്, ബ്രിഡ്ജാണ് വേണ്ടത്. അത് സെലക്ട് ചെയ്തു. ഓക്കെ, അത് ഇവിടെ കൊടുത്തു. അപ്പോൾ അതാണ് അടിയിൽ വന്നിരിക്കുന്നത്. ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നതാണ് ഈ കാറ്റഗറി 3 ആണ് ആദ്യം വേണ്ടത് വെച്ചാൽ എനിക്ക് ജസ്റ്റ് ഇത് ഡ്രാഗ് ചെയ്ത് മുകളിൽ കൊണ്ടിട്ടാൽ മതി. അപ്പോൾ അത് മുകളിലേക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറയുന്ന ഇതിലേക്ക് ഞാൻ ഇപ്പോൾ ഫുൾ ആഡ് ചെയ്ത് കാണിക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ എല്ലാത്തിലേക്കും ആഡ്. അപ്പോൾ ഏതിലേക്കാണോ നിങ്ങൾക്ക് വേണ്ടത് വെച്ചാൽ നമുക്ക് ചെന്നൈ RRBയിൽ വന്നിരിക്കുന്ന ഫിറ്റർ വെച്ച് അപ്ലൈ ചെയ്യാവുന്ന മുഴുവൻ വേക്കൻസിയാണ്. അതായത് അപ്പോൾ അതിലേക്ക് നിങ്ങൾക്ക് ഈ പറയുന്ന എല്ലാത്തിലേക്കും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഇനി അതല്ല ചെന്നൈ RRB അപ്ലൈ ചെയ്തിട്ട് പിന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, തിരുവനന്തപുരം RRBയിൽ അപ്ലൈ ചെയ്യാൻ പറ്റില്ല.
ഓക്കെ, ഏതെങ്കിലും ഒരു RRB നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ, അതാണ് പ്രശ്നം. അപ്പോൾ ഒന്നിലധികം RRB സെലക്ട് ചെയ്താൽ നിങ്ങളുടെ കാൻഡിഡേറ്റ് റിജക്റ്റ് ആവും, പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഫസ്റ്റ് വേണമെങ്കിൽ, ഇപ്പോൾ മെക്കാനിക്കലാണ് എനിക്ക് ഫസ്റ്റ് ആണ്, ഞാൻ ജസ്റ്റ് ഡ്രാഗ് ചെയ്തതാ നേരെ മുകളിൽ കൊണ്ടുപോയിട്ടതാ മെക്കാനിക്കൽ മുകളിലെത്തി. അപ്പോൾ ഇത് ഓർഡർ അടിസ്ഥാനത്തിലേക്ക് ഇവിടെ സീരിയൽ നമ്പർ കാണാൻ പറ്റും, 1 2 3 4 ഇങ്ങനെ 5. അപ്പോൾ അഞ്ചാമത്തെ എനിക്ക് രണ്ടാമതായിട്ട് വേണ്ടെങ്കിൽ രണ്ടാമത്തെ പൊസിഷനിൽ കൊണ്ടിടാം. അപ്പോൾ ഇത് നമുക്ക് എവിടെയാണോ കൂടുതൽ വേക്കൻസി അതിനനുസരിച്ച് ഏറ്റവും കൂടുതൽ വേക്കൻസി ഉള്ള ആദ്യം കൊടുക്കുക, അതിനനുസരിച്ച് ഇങ്ങനെ കൊടുത്തിട്ട് നിങ്ങൾ സെറ്റാക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് ധാരണയായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ പറയുന്ന ഏതെങ്കിലും ഒരു RRBയിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ, ഒന്നിലധികം RRBയിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അപ്ലൈ ചെയ്യാം. ഇനി ഇവിടെ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ചെന്നൈ പെട്ടെന്ന് മാറ്റണം തോന്നുകയാണെങ്കിൽ ക്ലിക്ക് ചെയ്യുക ടു ചേഞ്ച് RRB സോൺ എന്നുള്ള സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റെ ഹോം പേജിലേക്ക് തന്നെ പോകും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, RRB സെലക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, എനിക്ക് ചേഞ്ച് ആക്കണമെങ്കിൽ. ഓക്കെ, ഇതൊന്ന് ഫൈനൽ സബ്മിഷൻ കൊടുത്താൽ പിന്നെ നമുക്ക് പറ്റില്ല എന്നുള്ളതാണ്. പിന്നെ നമ്മളത് കറക്ഷന് എക്സ്ട്രാ ഫീസ് കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ എനിക്ക് തിരുവനന്തപുരമാക്കി മാറ്റണമെങ്കിൽ തിരുവനന്തപുരമാക്കി മാറ്റാം, അല്ലാതെ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ RRB ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്ത് നമ്മൾ ചെന്നൈയിലേക്ക് അപ്ലൈ ചെയ്തു, പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, വീണ്ടും രണ്ടാമത് വന്നിട്ട് നമുക്ക് തിരുവനന്തപുരത്തേക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഇനി നിങ്ങൾ ഇതിന് എലിജിബിൾ ആണെങ്കിൽ ഗ്രേഡ് 1 എലിജിബിൾ ആണെങ്കിൽ അതിനെന്ത് ചെയ്യണം, ഇതുപോലെ സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾക്കിപ്പോൾ ഇനി ഇതിൽ തിരുവനന്തപുരം വേണമെങ്കിൽ അതിൽ തിരുവനന്തപുരത്തിന് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, അതിന് കുഴപ്പമില്ല. അതിന് രണ്ട് എക്സാം ആയതുകൊണ്ട് പ്രശ്നമില്ല, നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് തന്നെ അപ്ലൈ ചെയ്യണം, സെപ്പറേറ്റ് ഫീ അടിക്കണം. ഓക്കെ, അപ്പോൾ അത് വ്യക്തമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തത് ഇതിൽ വരുന്ന പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് എല്ലാത്തിനും നമുക്ക് പറ്റുമെന്ന് അറിയില്ല, എന്തായാലും നോക്കാം നമുക്ക്. ഇപ്പോൾ വെൽഡർ കുറേ എണ്ണത്തിൽ വരുന്നുണ്ട്, അതുകൊണ്ട് എന്ത് ചെയ്യാം, ഈ പറയുന്ന ഏതെങ്കിലും ഒരു RRB സെലക്ട് ചെയ്യാം. RRBയിലുള്ള കംപ്ലീറ്റ് എന്താണ് വെൽഡർ പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഞാൻ പറഞ്ഞ രീതിയിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി എക്സാം സെൻറ്റർ എവിടെയാണെന്ന്, അപ്പോൾ നമുക്ക് RRBയുടെ എക്സാം സെൻറ്ററൊക്കെ നമുക്ക് അധികവും നമ്മുടെ പേരിൻ്റെ ആൽഫബറ്റ് ഇതൊക്കെ വെച്ചിട്ടായിരിക്കും എക്സാം സെൻറ്ററിൻ്റെ ഒക്കെ ആയിരിക്കുക. പിന്നെ നമ്മൾ കൊടുക്കുന്ന സോണും അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്, അത് നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, അത് RRB ആണ് അത് തീരുമാനിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എക്സാം സെൻറ്റർ ഒന്നും നോക്കണ്ട, കാരണം എല്ലാവരും എഴുതുന്ന എക്സാമാണ്. നമ്മൾ എക്സാം സെൻറ്റർ നമ്മുടെ കംഫർട്ട് മാത്രം നോക്കി നിൽക്കരുത്, അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. ഏറ്റവും കൂടുതൽ വേക്കൻസി എവിടെയാണോ എന്നൊക്കെ നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് പ്രീവിയസ് ഇയറിൽ 2018 വന്നിരിക്കുന്നതിൻ്റെ കട്ട് ഓഫ് ഒക്കെ നെറ്റിൽ നിന്ന് കിട്ടും. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, തീരുമാനിക്കാവുന്നതാണ് എവിടെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നൊക്കെ കേട്ടോ. ഓക്കെ, പിന്നെ ഇലക്ട്രിക്കലാണ്, ഇലക്ട്രോണിക്സ്, ഇതൊക്കെ ഞാൻ പറഞ്ഞ രീതിയിലാണ്. നമ്മുടെ നോട്ടിഫിക്കേഷനിൽ നമുക്ക് അങ്ങനെ പ്രത്യേകമായിട്ട് എന്താണ് ഇങ്ങനെയുള്ളത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നൊന്നും പറഞ്ഞിട്ടില്ല. അതിൽ തന്നിരിക്കുന്ന ട്രേഡാണ് നമുക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ബാക്കി കാര്യങ്ങളൊക്കെ RRB തീരുമാനിക്കുന്ന പോലെയാണ്, നിങ്ങളുടെ ഭാഗ്യം പോലെ ഇരിക്കും. ഓക്കെ, കാരണം നമുക്കതിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നില്ല. പിന്നെ ഗ്രേഡ് 1ൻ്റെ കുറച്ച് ഡൗട്ട് ഉണ്ട്, അത് ഞാൻ പറയാം കേട്ടോ. ഓക്കെ, ഇതെനിക്ക് തോന്നുന്നു ഗ്രേഡ് 1ൻ്റെ ആണ് ചോദിച്ചതെന്ന് തോന്നുന്നു. അപ്പോൾ ഗ്രേഡ് 1ൻ്റെ എന്താണെന്ന് വെച്ചാൽ ഇവിടെ പ്രശ്നം, ഇവിടെ ഞാൻ കാണിക്കാം. ഗ്രേഡ് 1ലേക്ക് അപ്ലൈ ചെയ്യാൻ ഇവിടെ ജസ്റ്റ് നിങ്ങൾക്ക് കാണാം. ഗ്രേഡ് 1ലേക്ക് IT അല്ല യോഗ്യത കേട്ടോ. ഗ്രേഡ് 1ലേക്ക് ഒന്നെങ്കിൽ BSc അല്ലെങ്കിൽ നിങ്ങൾക്ക് 3 ഇയർ ഡിപ്ലോമ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് BE ഓർ BTech ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. അതിൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഡിസിപ്ലിനാണ് ഒന്നെങ്കിൽ ഫിസിക്സ് അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ ടെക്നോളജി അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻറ്റേഷൻ. ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഡിസിപ്ലിൻ നിങ്ങൾ BSc കഴിഞ്ഞവരാണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, ഇനി അതല്ല നിങ്ങൾക്ക് ഈ പറഞ്ഞിരിക്കുന്ന മെയിൻ സ്ട്രീമുകളാണ്, ഇത് ബേസിക് സ്ട്രീമുകളാണ് ഈ പറഞ്ഞിരിക്കുന്നതൊക്കെ. ഈ പറയുന്ന ഫിസിക്സ്, ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ സയൻസ്, ഇൻഫർമേഷൻ ടെക്നോളജി, ഇൻസ്ട്രുമെൻറ്റേഷൻ. ഈ ബേസിക് സ്ട്രീമിൻ്റെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഏതെങ്കിലും സബ് സ്ട്രീം കോമ്പിനേഷനിൽ നിങ്ങൾ BSc കഴിഞ്ഞവരാണെങ്കിലും അപ്ലൈ ചെയ്യാമെന്ന് പറയുന്നുണ്ട്. പക്ഷേ അതിന് നമുക്ക് വ്യക്തമായിട്ടൊരു വ്യക്തത കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ ഈ പറയുന്ന സ്ട്രീം, അതായത് ഫിസിക്സ്, ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ സയൻസ് ഇത് വരുന്നു, അതിൻ്റെ കൂടെ നമുക്ക് എന്താണ് സബ് സ്ട്രീംസ് ഒക്കെ പഠിക്കുന്ന ആ രീതിയിലൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് അപ്ലൈ ചെയ്യാം എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. പക്ഷേ നമുക്കിപ്പോൾ ഈ EEE ഒക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് എന്താണ് നമുക്ക് പറയാൻ പറ്റില്ല, കാരണം അത് RRBയുടെ തീരുമാനം പോലെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ കുറച്ചും കൂടെ വ്യക്തത നോട്ടിഫിക്കേഷനിൽ വരേണ്ടതായിട്ടുണ്ട്. പക്ഷെ എന്തുകൊണ്ടോ അവരെന്ത് ചെയ്തിട്ടില്ല, അതിനെ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. ഓക്കെ, നോട്ടിഫിക്കേഷനിൽ നമുക്ക് ഈ ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ, ഫിസിക്സ്, ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ സയൻസ്, ഇൻഫർമേഷൻ ടെക്നോളജി, ഇൻസ്ട്രുമെൻറ്റേഷൻ, ഇത് മാത്രം സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ അലൈഡ് ആയിട്ടുള്ള ബ്രാഞ്ചുകൾ നമുക്ക് ഈ പറയുന്ന BE ഓർ BTech BSc കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതെല്ലാം RRBയുടെ ഇനി വരുന്ന എന്തെങ്കിലും തീരുമാനങ്ങളിലൂടെയൊക്കെ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. നിലവിൽ അങ്ങനെ യാതൊരു കാര്യവും നമുക്ക് എവിടെയും കാണാൻ പറ്റുന്നില്ല. അതുകൊണ്ട് നമുക്ക് കറക്റ്റായിട്ട് അത് ഷുവറായിട്ട് പറയാൻ പറ്റുന്നൊരവസ്ഥയില്ല. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾക്ക് എങ്ങനെയാണോ നിങ്ങൾ വില്ലിങ് ആണെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ച് ചെയ്ത് നോക്കുക എന്നുള്ളത് മാത്രമാണ് പറയാനുള്ളത്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഡിപ്ലോമയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ബേസിക് സ്ട്രീമിൻ്റെ ആ ഒരു രീതിയിൽ അതിൻ്റെ സബ് സ്ട്രീമായിട്ടുള്ള കോമ്പിനേഷനൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനൊക്കെ ഇതിൽ പറയുന്നുണ്ട്. ഓക്കെ, പക്ഷെ നമുക്ക് അപ്ലൈ ചെയ്യുമ്പം ഈ ഒരു ബേസിക് സ്ട്രീം മാത്രമാണ് അവിടെ കാണിക്കുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഈ പറയുന്ന BE ഓർ BTech ആണെങ്കിലും നിങ്ങൾക്ക് അത് വെച്ച് ചെയ്യാം. അപ്പോൾ മുൻപൊക്കെ ഞാൻ പറഞ്ഞു, ഇത് ആദ്യമായിട്ട് വരുന്നതാണ് ഗ്രേഡ് 1 പോസ്റ്റ് എന്ന് പറയുന്നത് ടെക്നീഷ്യൻ. അപ്പോൾ ഇത് പ്രൊമോഷൻ വഴി ആയിട്ട് കൊടുക്കുന്ന പോസ്റ്റുകളായിരുന്നു. അപ്പോൾ ഇതൊക്കെ നല്ല സ്കെയിൽ, നമുക്ക് 50ൻ്റെ മുകളിൽ സാലറി സ്റ്റാർട്ടിങ് ലഭിക്കുന്ന പോസ്റ്റുകളാണ്. ഓക്കെ, അപ്പോൾ വളരെ ലിമിറ്റഡ് 1000ന് മുകളിൽ വേക്കൻസി ഇതിൽ വരുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ എലിജിബിൾ ആണെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്യാം.
പിന്നെ ഇവിടെ കോപ്പയുടെ ഒക്കെ ചോദിച്ചിട്ടുണ്ട്. കോപ്പയൊന്നും നമുക്കിതിൽ വന്നിട്ടില്ല, അതുകൊണ്ട് നമുക്കതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, അതിൽ വന്നിരിക്കുന്ന ട്രേഡ് മാത്രമേ നിങ്ങൾക്ക് അതിലേക്ക് കൊടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. പിന്നെ നോൺ ക്ലിയർ സർട്ടിഫിക്കറ്റ്, നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. ഓക്കെ, ഓൺലൈൻ വഴി എടുത്തത് പറ്റുമോ എന്നുള്ളതൊക്കെ ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ചാനലിലെ വീഡിയോസ് കാണണം. ഓക്കെ, എന്നാലേ നിങ്ങൾക്ക് അത് കറക്റ്റായിട്ട് മനസ്സിലാവും. ഓക്കെ, ഈ വീഡിയോ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. ഓക്കെ, പിന്നെ ബിടെക് സിവിൽ കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ ഞാൻ പറഞ്ഞതാണ്. ഇതിൻ്റെ കാര്യങ്ങൾ എന്താണ് RRB തീരുമാനിക്കുന്ന പോലെയാണ് എന്നുള്ളതാണ്. BCA ഒന്നും നമ്മുടെ നോട്ടിഫിക്കേഷൻ എന്ത് ചെയ്തിട്ടില്ല, മെൻഷൻ ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പം അതിലിപ്പോൾ നമുക്ക് ഉയർന്ന ക്വാളിഫിക്കേഷന് നമുക്ക് ഉണ്ടായിട്ട് കാര്യമില്ല. നമുക്ക് എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ, ഇവിടെ MSc കമ്പ്യൂട്ടർ എന്ന് പറയുന്നുണ്ട്, പക്ഷേ നമുക്ക് എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ നമുക്ക് ഉണ്ടായിരിക്കണം. അതായത് ഗ്രാജുവേഷനിൽ നമ്മൾ ആ ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം. അല്ല നമ്മളത് കഴിഞ്ഞിട്ട് പോസ്റ്റ് ഗ്രാജുവേഷനിൽ നമുക്ക് ഉണ്ടായതുകൊണ്ട് കാര്യമില്ല കേട്ടോ. ആ പ്രത്യേക കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഡിപ്ലോമക്കാർക്ക് ഗ്രേഡ് 3ലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അതിലേക്ക് ITI അല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന അപ്രൻറ്റീഷിപ്പ് കഴിഞ്ഞിരിക്കുക, അല്ലെങ്കിൽ ഏതൊരു നമ്മളെ +2 കഴിഞ്ഞ അങ്ങനെ ആ കാറ്റഗറി ഉള്ളവർക്ക് അതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അല്ലാതെ ഡിപ്ലോമക്കാർക്ക് അതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കുക. പിന്നെ KGC സർട്ടിഫിക്കറ്റ് ഒക്കെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നമ്മൾ ITI ഒക്കെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട. ഇനിയുള്ള ഉദ്യോഗാർത്ഥികളൊക്കെ നിങ്ങൾക്ക് അറിയുന്നവർക്ക് പറഞ്ഞു കൊടുക്കുക. നമ്മളധികവും ഈ പറഞ്ഞിരിക്കുന്ന NCVTയോ അല്ലെങ്കിൽ SCVT ഒക്കെ നമ്മൾ ചെയ്യാന്നുള്ളതാണ്. ഇങ്ങനെയുള്ള ബോർഡുകളൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ എക്സാമൊക്കെ വരുമ്പം ആകെ കൺഫ്യൂഷനാണ്. അധ്യാപകർ അല്ലെങ്കിൽ ഇതൊക്കെ വ്യക്തമായിട്ട് അധ്യാപകർ അല്ലെങ്കിൽ ഈ പറയുന്ന ഇത്തരം സ്ഥാപനങ്ങളൊക്കെ ഇനിഷ്യേറ്റ് ചെയ്ത് അതിനുള്ള ഓർഡറൊക്കെ കൊണ്ടുവരണം. അങ്ങനെ ഓർഡറോ കാര്യങ്ങളൊന്നും കണ്ടിട്ടില്ല, എന്താണെന്നുള്ളത് പറയാൻ പറ്റില്ല. നമുക്ക് നോട്ടിഫിക്കേഷൻ പ്രകാരം അത് അപ്ലിക്കബിൾ അല്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പിന്നെ നമ്മുടെ ഒരു സുഹൃത്തോട് പറഞ്ഞിട്ട് റെയിൽവേയിൽ സിഗ്നൽ ഡിപ്പാർട്ട്മെൻറ്റിലെ ടെക്നീഷ്യൻ ജോലി കുറച്ച് റിസ്ക് ആണെന്നുള്ളതാണ്. ഓക്കെ, ഈ പറഞ്ഞിരിക്കുന്ന നമുക്ക് ട്രെയിൻ അപകടങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ടുള്ള ഇഷ്യൂസൊക്കെ ടെക്നീഷ്യനിലേക്ക് വരും എന്നൊക്കെയാണ് പറയുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് റെയിൽവേയുടെ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ ജോലി എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിനേക്കാളും കുറച്ചും കൂടെ സ്ട്രെസ്സുള്ള ജോലി തന്നെയാണെന്നുള്ളതാണ് പൊതുവെ പറയാറ്. അപ്പോൾ നമ്മൾ ഏതൊരു ജോലിക്കും അതിൻ്റേതായിട്ടുള്ള പ്രയാസങ്ങൾ ഉണ്ടാകും. നമ്മൾ നല്ല രീതിയിൽ വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ അതിൽ ഈ പറഞ്ഞിരിക്കുന്ന ഒരുപാട് അതുമായി ചോദിച്ചിട്ടുണ്ട്, ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുമോ. അപ്പോൾ ഞാൻ അതിനെല്ലാമ്പോഴുള്ള ആൻസറാണ് മുകളിൽ തന്നിരിക്കുന്നത്. ഓക്കെ, ഇവിടെ ചോദിച്ചിട്ടുണ്ട് സെയിം പോസ്റ്റിലേക്ക് ഡിഫറെൻറ്റ് RRBയിൽ അപ്ലൈ ചെയ്യാൻ പറ്റുമോ. ഒരിക്കലും പറ്റില്ല. അങ്ങനെ അപ്ലൈ ചെയ്താൽ നിങ്ങളുടെ കാൻഡിഡേറ്റ്സ് റിജക്റ്റ് ആവും. ഈവൻ നിങ്ങളുടെ എന്ത് ചെയ്യും, എക്സാം ഡീബാർ ചെയ്യുകയും ചെയ്യും. പിന്നെ നിങ്ങൾക്ക് എക്സാം എഴുതാൻ പറ്റില്ല RRBയുടെ. അങ്ങനെയുള്ള പ്രത്യേക കാര്യങ്ങളൊക്കെ നോട്ടിഫിക്കേഷനിൽ പറയുന്നുണ്ട്, ശ്രദ്ധിക്കണം. പിന്നെ LPAയിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്ത സമയത്ത് നമ്മൾ ഉപയോഗിച്ച OBC സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഇതിലേക്ക് എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുമ്പോൾ എടുക്കാവുന്നതാണ്. ബാക്കിയൊക്കെ കുറേയൊക്കെ നമ്മൾ റിപ്ലൈ കൊടുത്താണ്. റിപ്ലൈ കൊടുക്കാത്തതുണ്ടോ നോക്കട്ടെ. ഇനി പ്രധാനമായിട്ടുള്ള ഓൾമോസ്റ്റ് എല്ലാം നമ്മൾ കുറേയൊക്കെ നമ്മൾ റിപ്ലൈ കൊടുത്താണ്. ഒന്നിൽ കൂടുതൽ പോസ്റ്റ് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നുള്ളതൊക്കെ ഞാനിപ്പോൾ പറഞ്ഞു കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം അങ്ങനെയുള്ള ഉദ്യോഗാർത്ഥികളെ. പിന്നെ നമ്മൾ BSc മാത്തമാറ്റിക്സ് ഒക്കെ പഠിച്ചവർക്ക് പറ്റുമെന്നുള്ളതൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ അതിൽ ഫിസിക്സ് സബ്സിഡിയറി ആയിട്ട് പഠിച്ചിട്ടുണ്ടായിരിക്കാം. പക്ഷേ നമുക്കതിൽ പ്രധാനമായിട്ടും നമ്മളുടെ ആ ഒരു കോഴ്സ് നമ്മൾ ഏതാണ് ഫിസിക്സ് ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ആയിരിക്കണം. അതിൻ്റെ കോമ്പിനേഷനൊക്കെ ആണെങ്കിൽ പറ്റും. പ്രധാന സബ്ജക്റ്റും ദെൻ കോമ്പിനേഷനൊക്കെ ആണെങ്കിൽ പറ്റും കേട്ടോ. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായിട്ടും നമ്മുടെ കമൻറ്റിൽ വന്നിരിക്കുന്നത്. പിന്നെ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുന്ന കാര്യങ്ങളും നിങ്ങൾ ആ വീഡിയോയിൽ നിങ്ങൾ മുഴുവനായിട്ടും കാണുക. അപ്പോൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുന്ന വീഡിയോയിൽ വന്നിരിക്കുന്ന കമൻറ്റ് പാട് ജസ്റ്റ് ഒന്ന് നോക്കണേ. അപ്പോൾ വേറെ റീജിയൻ സെലക്ട് ചെയ്ത എക്സാം സെൻറ്റർ എവിടെയായിരിക്കും. അപ്പോൾ എനിക്ക് പറയാനുള്ളത് നമ്മളുടെ റെസിഡൻഷ്യൽ അഡ്രസ്സ് അല്ലെങ്കിൽ അതൊക്കെയുമായി ബന്ധപ്പെട്ടായിരിക്കും നമ്മുടെ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് ഇതൊക്കെയുമായി ബന്ധപ്പെട്ടായിരിക്കും. റീജിയൻ വൈസും എല്ലാം നോക്കിയിട്ടായിരിക്കും തോന്നുന്നു എക്സാം സെൻറ്റർ ഉണ്ടാകും. നമുക്കിപ്പം പറയാൻ പറ്റില്ല കറക്റ്റ് ഇപ്പോൾ എവിടെ ആയിരിക്കും എന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ കേരളത്തിലുള്ളതാണെങ്കിൽ എനിക്ക് തോന്നുന്നു കേരളവുമായി ബന്ധപ്പെട്ടായിരിക്കും. നമ്മൾ പുറത്ത് വേറെ ഏതെങ്കിലും RRBയിലേക്കാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ അതുമായി ബന്ധപ്പെട്ടും നമുക്ക് എക്സാം സെൻറ്റർ പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് ഈ പറയുന്ന RRBയിൽ നിന്ന് അങ്ങനെയുള്ളൊരു കാര്യങ്ങൾ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ നമ്മൾ എക്സാം സെൻറ്റർ നോക്കണ്ട, നിങ്ങൾ എവിടെയാണോ വാക്കൻസി കൂടുതൽ വെച്ചാൽ അതൊക്കെ നോക്കിയിട്ട് അപ്ലൈ ചെയ്യാം. ഗ്രേഡ് 1 and 3 ഒരുമിച്ച് അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെ അപ്ലൈ ചെയ്യണം. ഒരുമിച്ച് എന്നല്ല, സെപ്പറേറ്റ് ആയിട്ട്. ഞാൻ ജസ്റ്റ് പറഞ്ഞതാ, ആദ്യം നമ്മൾ 1 അപ്ലൈ ചെയ്യാം, അതിൻ്റെ കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്യാം. ദെൻ പിന്നെ അത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞ ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഗ്രേഡ് 3 നമ്മൾ അപ്ലൈ ചെയ്യാം. അങ്ങനെ സെപ്പറേറ്റ് അപ്ലൈ ചെയ്യണം കേട്ടോ. അല്ലാതെ നമുക്ക് ഒരുമിച്ച് അങ്ങനെ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. റീജിയൻ സെലക്ട് ചെയ്യുന്ന വെച്ചാണ് എക്സാം സെൻറ്റർ വരിക എന്നുള്ളതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഞാൻ പറഞ്ഞത് ഒന്നെങ്കിൽ നമ്മുടെ പേരിൻ്റെ ആൽഫബറ്റ് ഫസ്റ്റ് ലെറ്റർ വെച്ചൊക്കെ ആയിരുന്നു മുൻപൊക്കെ, അങ്ങനെയൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ എങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഈ ഒരു പ്രാവശ്യം നമുക്ക് എക്സാം നടത്തി കഴിഞ്ഞാൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാവുള്ളൂ. വലിയൊരു ഗ്യാപ്പ് വന്നത് കാരണമാണ്. അപ്പോൾ വീട്ടിലേക്ക് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ഗ്രേഡ് 1 അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നുള്ള ഇതൊക്കെ ഞാൻ പറഞ്ഞു ഓൾറെഡി. കാരണം അതിലിപ്പോൾ ഇലക്ട്രോണിക്സ് ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന ഇതൊക്കെ വെച്ച് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നുള്ളത് RRB തീരുമാനം എങ്ങനെയായിരിക്കും അതിനനുസരിച്ചായിരിക്കും. നമുക്ക് വേണമെങ്കിൽ അപ്ലൈ ചെയ്ത് നോക്കാം എന്നേ ഉള്ളൂ. നമുക്ക് ഒരിക്കലും ഗ്യാരണ്ടി പറയാൻ പറ്റില്ല കേട്ടോ. അതിൻ്റെ കാര്യങ്ങൾ അതാണ് പറഞ്ഞത്. ഓക്കെ, മൊബൈൽ വഴി RRB വെബ്സൈറ്റിൽ കയറുമ്പോൾ അപ്ലൈ ആവുന്നുള്ള ബട്ടൺ കാണുന്നില്ല എന്ന്. അതിനാണ് ഞാനത് ഈ വീഡിയോയിൽ കറക്റ്റായിട്ട് ജസ്റ്റ് ഞാൻ കാണിക്കാം.
ഈ ഇതിൽ മൊബൈലിൽ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് ഞാൻ അത് കാണിക്കുന്നുണ്ട് കേട്ടോ. കറക്റ്റായിട്ട് നിങ്ങൾക്ക് മൊബൈലിൽ വരുന്ന ഇഷ്യൂസൊക്കെ ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൽ അപ്ലൈ ചെയ്യാൻ പറ്റും ഓൺലൈനായിട്ട് നിങ്ങളുടെ മൊബൈൽ യൂസ് ചെയ്ത്. ഇനി നമ്മൾ ഓൺലൈനായിട്ട് നമ്മൾ അപ്ലൈ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇൻസ്റ്റയുടെ ലിങ്ക് ഒക്കെ എല്ലാ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടായിരിക്കും. ഇവിടെ മോർന്ന് അടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം, താഴോട്ട് ഇങ്ങനെ വരിക. അവിടെ നമ്മുടെ ഇൻസ്റ്റഗ്രാം GOC അലിജുല്ലാൻ്റെ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ ഇൻസ്റ്റയുടെ ഇതിലേക്ക് എത്തും. അതിൽ ക്ലിക്ക് ചെയ്യാം. നിങ്ങൾക്ക് സ്റ്റഡി മെറ്റീരിയലൊക്കെ വേണമെങ്കിൽ ഇപ്പോൾ ISRൻ്റെ സ്റ്റഡി മെറ്റീരിയൽ ആണെങ്കിൽ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് സ്റ്റഡി മെറ്റീരിയൽസ് ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ. ചെറിയൊരു സർവീസ് ചാർജ് ഉണ്ടായിരിക്കും നമ്മുടെ ചാനലിന് സപ്പോർട്ടിന് വേണ്ടിയിട്ടും ഒക്കെ പാടാണ് ഇപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ളൊരു കാര്യങ്ങൾ പാടെ ചെയ്യുന്നതിൻ്റെ കൂടെ. ഓക്കെ, ഇനി വരും ദിവസങ്ങളിലൊക്കെ കൂടുതലായിട്ടുള്ള മെറ്റീരിയൽസ് നമ്മൾ ഇതിലേക്ക് പതുക്കെ കുറച്ച് ഈ പറയുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നല്ല രീതിയിൽ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്ത രീതിയിൽ നമുക്കതിൽ അതിൻ്റെ കുറച്ച് ബ്രീഫായുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ആഡ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ റെഡി ആക്കുന്നുണ്ട്. അതൊക്കെ പതുക്കെ ചെയ്യുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് ജസ്റ്റ് നിങ്ങൾക്ക് ISRൻ്റെയും RRB നമുക്ക് അസിസ്റ്റൻറ്റ് ലോക്കോ പൈലറ്റിൻ്റെ ഒക്കെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഇതിലുണ്ട്, വേണമെങ്കിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇപ്പം നമ്മളെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണോ എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കാരണം കൂടുതൽ കമൻറ്റൊക്കെ വരുന്ന സമയത്ത് നമുക്ക് എല്ലാത്തിനും റിപ്ലൈ ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ ഒരുപാട് സമയം വേണം. അപ്പോൾ എന്താ വെച്ചാൽ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് സൊല്യൂഷൻ അതിലൂടെ കിട്ടുന്നുണ്ടെങ്കിൽ, കറക്റ്റായിട്ട് നിങ്ങൾക്ക് അതെല്ലാം ഓക്കെ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് വീക്ക്ലി ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ കുറച്ച് വീഡിയോസ്, പ്രധാനപ്പെട്ട വീഡിയോസൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ചെയ്യാവുന്ന ഒരു വീഡിയോ ആണ് ഇത്തരത്തിൽ. അപ്പോൾ ഇത് മാക്സിമം നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാം. ഓക്കെ, ആവശ്യമുള്ള ലിങ്കുകളെല്ലാം വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടായിരിക്കും കേട്ടോ, നിങ്ങൾക്ക് കാണേണ്ട വീഡിയോൻ്റെ ഒക്കെ. ഓക്കെ, താങ്ക് യു.